നമസ്കാരം. പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഏകദേശം 2 മാസത്തിന് ശേഷമാണ് ഞാനൊരു യൂട്യൂബ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ അതിനായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വീഡിയോസിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ ക്ഷമിക്കുക. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CMF ഫോൺ വണ്ണിനെ പറ്റിയാണ്. CMF എന്ന് പറയുന്നത് നത്തിങ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു സബ് ബ്രാൻഡാണ്. അപ്പൊ നത്തിങ് ഫോണൊക്കെ ഇറക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് ഒരുപാട് ആൾക്കാർ വാങ്ങിച്ചിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ബ്രാൻഡാണ് നത്തിങ് എന്ന് പറയുന്നത്. അപ്പം നത്തിങ് ഒരു ബഡ്ജറ്റ് സെഗ്മെന്റിൽ സ്മാർട്ട് ഫോൺ ഇറക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ അത് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. CMF ഫോൺ വൺ എന്നാണ് അവർ പേരിട്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 16,000 രൂപയ്ക്കാണ് നമ്മൾ ഈ നത്തിങ് ഈ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യുന്നത്. അതായത് 6GB 120GB വേരിയന്റിന്റെ വില എന്ന് പറയുന്നത് 16,000 രൂപയാണ്. ബാങ്ക് ഓഫർ ഒക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 15,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ലോഞ്ചിൽ കിട്ടാൻ സാധ്യതയുള്ള ഒരു സ്മാർട്ട് ഫോൺ ആണിത്. ഇതിന്റെ ഒരു ഡിസൈൻ നോക്കുന്ന സമയത്ത് നമുക്ക് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസൈൻ ആണ് കാണാൻ പറ്റുന്നത്. ബാക്കിൽ നോക്കുമ്പോൾ ഒരു ബേസിക് ഡിസൈൻ ആണ്, പക്ഷേ ഇതിന്റെ ഡിസൈൻ എഞ്ചിനീയേഴ്സ് അത്യാവശ്യം നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ചിലർക്ക് ഇഷ്ടപ്പെടാം, ചിലർക്ക് ഇത് ഇഷ്ടപ്പെടാതിരിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യങ്ങളാണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ബാക്ക് പാനൽ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അതായത് സ്മാർട്ട് ഫോൺ നമുക്ക് കിട്ടുന്ന സമയത്ത് അതിന്റെ കൂടെ ഒരു സ്ക്രൂ ഡ്രൈവർ കിട്ടും. സ്ക്രൂ ഡ്രൈവറിന്റെ ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ ബാക്കിൽ ഒരു 5 സ്ക്രൂസ് ഉണ്ട്. അത് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ബാക്ക് പാനൽ എടുത്ത് മാറ്റി വെക്കാൻ പറ്റും. ഇതിന്റെ കൂടെ തന്നെ ഇവര് 1,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ബാക്ക് പാനൽസും സെല് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ നമുക്ക് ഇഷ്ടപ്പെട്ട കളറിലെ ബാക്ക് പാനൽസ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ മാറ്റി ഈ സ്ക്രൂ ഉരുട്ടി ഇത് ബാക്കിൽ വെക്കാൻ പറ്റും. അത് ഒന്നാമത്തെ ഒരു ഡിസൈൻ ഫീച്ചറാണ്. അത് നമ്മൾ ഇതുവരെ ഒരു സ്മാർട്ട് ഫോൺ ബ്രാൻഡിൽ അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ ഇതിന്റെ കൂടെ ഇവർ കുറെ ആക്സസറീസും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് ബാക്കിൽ നമുക്ക് മൊബൈൽ ഹോൾഡർ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം, അതേപോലെ തന്നെ നമുക്ക് കെട്ടിയിട്ടുകൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു സാധനം, പിന്നെ ബാക്കിൽ നമുക്ക് കാർഡുകളും അതുപോലെ പൈസയൊക്കെ വാങ്ങാൻ പറ്റുന്ന ഒരു ചെറിയൊരു പൗച്ച് പോണത്തെ ഒരു സെറ്റപ്പ്. ഇതൊക്കെ ആക്സസറി ആയിട്ടും ഇവർ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഡിസൈൻ ഫീച്ചേഴ്സ് ആണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഓരോരുത്തരുടെ പേഴ്സണൽ താല്പര്യങ്ങളാണ്. ചിലർക്ക് ഇഷ്ടപ്പെടാം, ചിലർക്ക് ചോദിക്കാം ഇതൊക്കെ എന്തിനാണ്, നമുക്ക് ഫോൺ മതി, ഒരു ഫോൺ വാങ്ങുന്ന സമയത്ത് നമുക്ക് അതിന്റെ ഫീച്ചേഴ്സ് പോരെ എന്നൊക്കെ ചോദിക്കാം. ഇനി നമുക്ക് സ്മാർട്ട് ഫോണിലേക്ക് വരാം. അപ്പം സ്മാർട്ട് ഫോൺ ബേസിക്കലി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിസൈൻ നോക്കുന്ന സമയത്ത് ഒരു ബാക്കിലൊരു ലെതർ ഫിനിഷ് ആണ് വരുന്നത്. ഒരു പഴയ ഒരു ഐഫോണിന്റെ ഒരു ഡിസൈനൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ബാക്കിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു 5 സ്ക്രൂ ഉണ്ട്. 5 സ്ക്രൂവിന്റെ സൈഡിൽ ചെറിയ ചെറിയ ഗട്ട്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇത് ബാക്കിൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് അതൊരു ഇറിറ്റേഷൻ ആയിട്ട് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഞാൻ കുറെ റിവ്യൂസ് കാണുന്ന സമയത്ത് അവരെല്ലാരും പറയുന്നത് ഈ ഒരു സ്ലൈഡറും അതേപോലെ ഇതിന്റെ താഴെ ഒരു സ്ലൈഡർ ഉണ്ട്, ഒരു റൊട്ടേറ്റ് ചെയ്യുന്നൊരു സാധനം, അതും അതേപോലെ തന്നെ ഈ ഗട്ട്സും ഭയങ്കര ഇറിറ്റേഷൻ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഇത് ഹോൾഡ് ചെയ്യുന്ന സമയത്ത്. അതേപോലെ തന്നെ ഇതിന്റെ ബെസൽസ് അത്യാവശ്യം നല്ല രീതിയിൽ ബെസൽസ് നമുക്ക് ഇതിന്റെ ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിന്റെ ബ്രൈറ്റ്നസിന്റെ കാര്യം പറയുന്ന സമയത്തും പീക്ക് ബ്രൈറ്റ്നസ് 2000 പറയുന്നുണ്ട്, പക്ഷെ അത് HDR മാത്രമാണ് ഈ പീക്ക് ബ്രൈറ്റ്നസ് കിട്ടുന്നത്. 6.67 ഇഞ്ചിന്റെ AMOLED ഡിസ്പ്ലേ ആണ്, അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ ആണ്. പിന്നെ OS നല്ല നത്തിങ് OS ആണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ബെസ്റ്റ്, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം ബെസ്റ്റ് ആയിട്ടുള്ള ഒരു OS ആണ് വരുന്നത്. പിന്നെ നമുക്ക് ഇതിന്റെ ക്യാമറ നോക്കി കഴിഞ്ഞാൽ ബാക്കിൽ ഒരു 50+2 മെഗാ പിക്സൽ ക്യാമറയാണ് വരുന്നത്. ക്യാമറ സെറ്റപ്പ് നോർമൽ ക്യാമറ സെറ്റപ്പ് ആണ്, വലിയ പരിപാടികളൊന്നുമില്ല. ഫ്രണ്ടിൽ ഒരു 60 മെഗാ പിക്സലിന്റെ ക്യാമറയാണ് വരുന്നത്. ഇതിന്റെ ബാറ്ററിയിലേക്ക് വരുന്ന സമയത്ത് 5000 mAh ബാറ്ററിയാണ് വരുന്നത്. ഇതിന്റെ കൂടെ നമുക്ക് ചാർജർ കിട്ടത്തില്ല. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നത് 33 വാട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് 33 വാട്ടിന്റെ ഒരു ചാർജർ CMFന്റെ സൈറ്റിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും. ഞാൻ നോക്കിയ സമയത്ത് ഏകദേശം 800 രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നത്. അത് ഏകദേശം നിങ്ങൾക്ക് ഒരു 1.5 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് 0 to 100% ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ് കാണിക്കുന്നത്. ഇനി ഇതിന്റെ പ്രൊസസ്സർ എന്ന് പറയുന്നത് MediaTekന്റെ Dimensity 7300 ആണ്. അപ്പൊ പല ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത് 7200 ഒരു അപ്ഗ്രേഡ് ആണ്, 7300 ആണ്. പക്ഷെ അല്ല, 7300 കുഴപ്പമില്ലാത്തൊരു ചിപ്സെറ്റ് ആണ്. അത്യാവശ്യം നിങ്ങൾക്ക് ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. BGMI ഒക്കെ അത്യാവശ്യം കളിക്കാൻ പറ്റുന്ന ചിപ്സെറ്റ് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഒരു ഓവറോൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു കോമ്പറ്റീറ്റർ ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത്. പിന്നെ അത്യാവശ്യം ഡിസൈനും അതേപോലെ തന്നെ പുതിയ സ്മാർട്ട് ഫോൺസ് ഒക്കെ നോക്കുന്നവർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ കൂടിയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ഇനി വീഡിയോസ് ചെയ്യാൻ പ്ലാനൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ മുഴുവൻ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.